മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. എറണാകുളം കാക്കനാട് കസ്റ്റംസ് ഉദ്യോഗസ്ഥനും കുടുംബവും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മനീഷിന്റെ മാതാവ് ശകുന്തള അഗർവാളിന്റെ തലയ്ക്ക് പിന്നിൽ പരിക്കേറ്റ പാടുള്ളതായി സംശയം. അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. മക്കൾ ആത്മഹത്യ ചെയ്തത് അമ്മയുടെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച ശേഷമാണെന്നും പോലീസ് പറയുന്നു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പൂക്കൾ വാങ്ങിയതിന്റെ ബില്ലുകളും കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ആജ്ഞ, ഇത് വല്ലാത്ത ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇതെന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കുറച്ചുകൂടി പോലീസ് പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയൊക്കെ ഫലം വരേണ്ടി വരും. പക്ഷെ അപ്പോഴും നമുക്ക് സംശയിക്കത്തക്കതായ ചില കാരണങ്ങൾ പ്രാഥമികമായി പറയാനാകുമല്ലോ. അതെന്തൊക്കെയാണ്? രഞ്ജിത്ത്, GST അഡീഷണൽ കമ്മീഷണറുടെ വീട്ടിലെ കൂട്ട മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഏറുകയാണ് ഇപ്പോൾ. കാരണം ഈ സഹോദരി ശാലിനിയുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷ സ്കാമിൽ അവർ നേരത്തെ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതുന്നു, അതിൽ 1ാം റാങ്ക് നേടുന്നു. അതിൽ അവർക്ക് നിയമനം ലഭിക്കുകയും ഡെപ്യൂട്ടി കളക്ടറായി തീരുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ ഈ ഒരു പരീക്ഷ ക്രമക്കേട് എന്നുള്ള പരാതികൾ, അതായത് ആ റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച് പരാതികൾ ഉയരുകയും അത് പിന്നീട് റദ്ദാക്കുകയും തുടർന്ന് ശാലിനിക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിൽ ഇവർക്ക് CBI നോട്ടീസ് നൽകിയിരുന്നു. 15-ാം തീയതി ഇവർ അതുമായി സമൻസ് അയച്ചിരുന്നു. ഇതിന്റെ കേസിലെ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഇവർ ഇതായിരിക്കാം മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായി പറയുമ്പോൾ അമ്മ ശകുന്തളയുടെ തലയ്ക്ക് പിന്നിൽ ഒരു അടിയേറ്റിട്ടുണ്ട്, അതിന് പരിക്കേറ്റ പാടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമ്മയുടെ മരണം സംഭവിച്ചതിലുള്ള ആഘാതത്തിൽ മക്കൾ ആത്മഹത്യ ചെയ്തതാകാം, അതല്ലെങ്കിൽ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാകാം. ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തർക്കത്തിനിടയിൽ അമ്മ വീഴുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ തലയ്ക്ക് മുറിവേൽക്കുകയോ ചെയ്തതാകാം, അങ്ങനെ മരണം സംഭവിച്ചതാകാം. ആ മരണം താങ്ങാനാകാതെ ആയിരിക്കാം മക്കൾ രണ്ടുപേരും സൂയിസൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നുള്ള നിരീക്ഷണമുണ്ട് പോലീസിന്. അത് മാത്രമല്ല, ഒരുപക്ഷെ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതാകാം. എന്തായാലും പൂക്കൾ വാങ്ങിയ ബില്ലൊക്കെ മുറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചില രേഖകൾ കത്തിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഡയറി കിട്ടിയിട്ടുണ്ട്. ഡയറിയിൽ വിശദമായ പരിശോധന നടത്തുകയാണ് പോലീസ്. അതുപോലെ വിദേശത്തുള്ള സഹോദരിയെ തങ്ങളുടെ മരണവിവരം അറിയിക്കണമെന്ന് ഡയറിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും മനീഷ് വിജയുടെയും സഹോദരി ശാലിനിയുടെയും അതുപോലെ അമ്മ ശകുന്തളയുടെയും മരണത്തിൽ കൂടുതൽ ദുരൂഹതയാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇവര് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് മനീഷ് അവധിയിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം അവധി തീർന്ന ശേഷം അദ്ദേഹം തിരിച്ചെത്താത്തതിനെ തുടർന്ന് ഫോണിൽ നിരന്തരം ബന്ധപ്പെടാൻ സഹപ്രവർത്തകർ ശ്രമിച്ചു. അതിനും ശേഷവും അദ്ദേഹത്തെ ഫോണിൽ കണക്ട് ചെയ്യാനാവാത്തതിനെ തുടർന്നാണ് വീട്ടിലെത്തുന്നത്. വീട്ടിൽ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ മനീഷും ശാലിനിയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് അന്വേഷണത്തിലാണ്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. മനീഷ് കുറച്ച് ദിവസമായി അവധിയിലായിരുന്നത് സഹോദരിയുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പോകാനാണ് എന്നായിരുന്നു അറിയിച്ചത്. നേരത്തെ കോഴിക്കോടായിരുന്നു മനീഷ് ജോലി ചെയ്തു വന്നിരുന്നത്. കൊച്ചിയിലെത്തിയിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ എന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മുന്നിലുള്ള ഈ കടമ്പ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിൽക്കുന്നത് ശകുന്തളയുടെ മരണം സംഭവിച്ച ശേഷം മക്കൾ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് നേരത്തെ എത്തിയിരുന്നു. പക്ഷേ ശകുന്തളയെ കൊലപ്പെടുത്തിയ ശേഷം ആണോ ഈ ആത്മഹത്യ ഉണ്ടായത്? അതേതെങ്കിലും തർക്കത്തിനിടയിൽ തലയടിച്ച് വീഴുകയോ അങ്ങനെ മരണം സംഭവിച്ചത് ചെയ്തുള്ള ആഘാതത്തിലാണോ? അതല്ല ഈ CBI ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. അതിന്റെ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ആത്മഹത്യ, അല്ലെങ്കിൽ മനീഷിന്റെയും ശാലിനിയുടെയും മരണം ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇനി ശകുന്തളയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. എന്തെങ്കിലും മറ്റു കുടുംബ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒപ്പം ഈ സഹപ്രവർത്തകരുമായൊക്കെ ഇയാൾ എങ്ങനെയായിരുന്നു, ബന്ധം എങ്ങനെയായിരുന്നു, ലീവ് എടുക്കാൻ എന്താണ് കാരണം ബോധ്യപ്പെടുത്തിയിരുന്നത് ഓഫീസിൽ? അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മറ്റെന്തെങ്കിലും ദുരൂഹതകൾ, ഒരു പുറത്തു നിന്നുള്ള ഇടപെടലുകൾ എന്തെങ്കിലും സംശയിക്കത്തക്ക വിധത്തിലുണ്ടോ? അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പോലീസ് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നുണ്ടോ ആജ്ഞ? മനീഷിന്റെ ഒരു ഉദ്യോഗ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പോലീസ്. മനീഷിനെ കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷെ സഹപ്രവർത്തകരുടെ ഇടയിൽ അദ്ദേഹം ഒരു നല്ല ഉദ്യോഗസ്ഥൻ എന്നുള്ള
പേര് നേടിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല സഹോദരിയുടെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് നാട്ടിൽ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ലീവിൽ പോകുന്നതെന്നും സഹപ്രവർത്തകർ ഈ മരണം നടന്ന ദിവസം പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. തൃക്കാക്കര പോലീസാണ് കേസ് അന്വേഷണം നടത്തുന്നത്. അവരുമായി ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ വിവരം ഇതാണ്. ഈ CBI ഈ പരീക്ഷാ സ്കാമിൽ, അതായത് പരീക്ഷ ക്രമക്കേട് നടത്തിയെന്നുള്ളത് ശാലിനിക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. നേരത്തെ അതിൽ ഈ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ 1ാം റാങ്കുകാരിയായി ഡെപ്യൂട്ടി കളക്ടർ പോസ്റ്റ് വരെ എത്തിയ ആളാണ്. അതിനുശേഷമാണ് ഈ പരീക്ഷാ സ്കാമിന്റെ, അതായത് ഈ റാങ്ക് പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്നുള്ള ചില പരാതികൾ ഉയരുകയും ആ പട്ടിക മുഴുവൻ റദ്ദാക്കുകയും ചെയ്തതോടെ ശാലിനിക്ക് ജോലി നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നുണ്ടായ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിലാണ് CBI ഇവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സമൻസ് കിട്ടി. കഴിഞ്ഞ 15-ാം തീയതി സമൻസ് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. ഇതേ തുടർന്നാണ് ഒരുപക്ഷെ ജാർഖണ്ഡിൽ പോയിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ അതിനായിരിക്കാം അദ്ദേഹം ലീവ് എടുത്തിട്ടുണ്ടാവുക. അത്തരം കാര്യങ്ങളൊക്കെ ഇനി വ്യക്തമാകാൻ ആകുന്നതേയുള്ളൂ. അതുമാത്രമല്ല, ഈ ജാർഖണ്ഡിൽ നടത്തിയ പരീക്ഷാ ക്രമക്കേടിൽ CBI അറസ്റ്റ് ഭയന്നിട്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു സൂചനയും പോലീസ് നൽകുന്നുണ്ട്. ഏതായാലും ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. നമുക്ക് ഈ അമ്മയ്ക്ക് മനീഷിന്റെ മാതാവ് ശകുന്തള അഗർവാളിന്റെ തലയ്ക്ക് പിന്നിൽ പരിക്കേറ്റു. അതിനുശേഷം പാടുണ്ട് എന്ന് സംശയമുണ്ട്. അതിനുശേഷം ഈ അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നടത്തി ആത്മഹത്യ സംഭവിക്കുന്നതിന് ശേഷമാണ് എന്നൊക്കെയാണ്. അത് വളരെ വിചിത്രമാണ്. അതിനുള്ള മനോധൈര്യവും മറ്റും വേണം. അപ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. അമ്മയെ നിവൃത്തിയില്ലാതെ കൊലപ്പെടുത്തിയാവാനുള്ള പശ്ചാത്തലമുണ്ട്. ഏതായാലും നമുക്ക് ഈ ബില്ലുകൾ, പൂക്കൾ വാങ്ങിയ ബില്ലുകൾ കണ്ടെത്തുന്നൊക്കെ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ സംശയിക്കണം. അപ്പം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള കാത്തിരിപ്പിലാണോ ആജ്ഞ പോലീസ്? മറ്റു വിവരങ്ങൾ എന്താണ്? വിദേശത്തൊരു സഹോദരിയുണ്ട്. അവർ നാട്ടിലെത്തിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ തീർന്നതിന് ശേഷം മാത്രമേ ശകുന്തളയ്ക്ക് ഏത് തരത്തിലാണ് മരണം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതേസമയം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അമ്മയുമായി തർക്കമുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഇത്തരം ഒരു സ്കാമിൽ വന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ മനീഷിന്റെ സർവീസ് റെക്കോർഡിനെയും ശാലിനിയെയും അത് അങ്ങോട്ടും ബാധിച്ചേക്കാം, തുടർന്നങ്ങോട്ടും ബാധിച്ചേക്കാം എന്നുള്ള ഒരു ഭാവി ഇരുളടഞ്ഞ അവസ്ഥയിലായിരുന്നിരിക്കാം. ഇത്തരം തർക്കം ഉണ്ടായിരുന്നിരിക്കാം ഇവർ തമ്മിൽ. അതല്ലെങ്കിൽ കൂട്ടമായി ഒരു ആത്മഹത്യയിലേക്ക് നീങ്ങുന്നു, അതായത് CBI അറസ്റ്റ് ഭയന്ന് കൂട്ടമായി ഒരു ആത്മഹത്യയിലേക്ക് തീരുമാനമെടുത്തിരിക്കാം. അതേ തുടർന്ന് ഒരുപക്ഷെ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാകാം. അതല്ല, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നിരിക്കാം. മറ്റു കുടുംബ പ്രശ്നങ്ങളൊന്നും സൂചനയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും അത്തരം എന്തെങ്കിലും തർക്കങ്ങളാകാം. അത്തരം തർക്കങ്ങൾക്ക് ശേഷം അമ്മ തലയടിച്ച് വീഴുകയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ചെയ്തതാകാം. അതേ തുടർന്ന് അമ്മയെ വെള്ള പുതപ്പിച്ച് പൂക്കൾ വിതറിയ ശേഷമാണ്, അങ്ങനെയാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ചിലപ്പോൾ മരിച്ച ശേഷം മൃതദേഹത്തിൽ ചടങ്ങുകൾ നടത്താൻ വേണ്ടി പൂക്കൾ വാങ്ങിയതാവാം. ഇവർ മരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകാം. ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അമ്മയ്ക്ക് മരണം സംഭവിച്ച ശേഷം, അതല്ലെങ്കിൽ അമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചിരുന്നതാണോ എന്നുള്ള കാര്യവും വ്യക്തത വരാനുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് പോലീസ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം, അപ്പോഴേ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. പക്ഷേ ചില സംശയങ്ങൾ പോലീസിന് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മക്കൾ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാൻ. അത് എന്താണ് റീസൺ, എന്താണ് മറ്റു കാരണങ്ങൾ എന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടി വരും. അതിനുള്ള അന്വേഷണ വഴികളിൽ ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.